സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 24, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. എല്ലാവരും ക്രിസ്മസിന്റെ ഒരു തിരക്കിലായിരിക്കും. ലൈഫിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസും. സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസും എല്ലാം നമ്മുടെ ഹാപ്പിനെസ്സിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലൈഫിന് ഒരു എനർജി ലഭിക്കണമെങ്കിൽ, സ്ട്രെസ് എല്ലാം മാറ്റണമെങ്കിൽ നമുക്ക് സെലിബ്രേഷൻസ് വളരെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ എനർജിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള മാർഗമാണ് കോമ്പറ്റീഷൻസ്. നമ്മളെ പ്രിപ്പറേഷൻസ് എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് നമ്മുടെ വിജയിക്കാനുള്ള സാധ്യതയും കൂടുന്നു. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഡിസംബർ 24 നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നു. എല്ലാ വർഷവും ഡിസംബർ 24 ഈ ദിനം ആചരിക്കുന്നത്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമാണ് ഈ ദിനം രൂപീകരിച്ചത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്: Who is the first Indian male badminton player to reach the final of BWF World Badminton Championship? BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ താരം ആരാണ്? ഇതിന്റെ ഉത്തരം ശ്രീകാന്ത് കിഡംബി. ഏറ്റവും അടുത്ത് നടന്ന BWF വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ശ്രീകാന്ത് വെള്ളി മെഡൽ കരസ്ഥമാക്കിയിരുന്നു. ശ്രീകാന്ത് ആണ് ആദ്യ ഇന്ത്യൻ പുരുഷൻ ബാഡ്മിന്റൺ താരം ഒരു ഫൈനൽ മത്സരത്തിൽ എത്തുന്നത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും JDS കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. Which district emerged as the overall champion at the Kerala State Junior Athletics Meet 2021? 2021 കേരള സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് ജില്ലയാണ്? പാലക്കാട്. കേരള സ്റ്റേറ്റ് ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടാണ് 491 പോയിന്റ് നേടിക്കൊണ്ട് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. രണ്ടാം സ്ഥാനം എറണാകുളം 421.5, കോഴിക്കോട് 375.5 പോയിന്റും. പാലക്കാടിന് 22 ഗോൾഡ് മെഡൽ, 23 സിൽവർ, 22 ബ്രോൺസ് മെഡൽ ലഭിച്ചു. തുടർച്ചയായിട്ട് 4ാമത്തെ വർഷം പാലക്കാട് ചാമ്പ്യനാകുന്നത്. എറണാകുളത്തിന് 30 ഗോൾഡ്, 17 സിൽവർ, 12 ബ്രോൺസ്. In which place of Tamil Nadu the 30th-day Indian Dance Festival organized by the Tamil Nadu Tourism Department began on 23rd December 2021? തമിഴ്നാട്ടിലെ ഏത് സ്ഥലത്താണ് 2021 ഡിസംബർ 23 തമിഴ്നാട് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 30 ദിവസത്തെ ഇന്ത്യൻ നൃത്തോത്സവം ആരംഭിച്ചത്? മാമല്ലാപുരം. 2021 ഡിസംബർ 23 ചെന്നൈക്കടുത്ത് മാമല്ലാപുരത്ത് ഒരു മാസത്തെ ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ആണ് ഇന്നലെ ആരംഭിച്ചത്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥക്, നാടൻ കലകളായിട്ടുള്ള ഒയിലാട്ടം, കരകാട്ടം, കാവടി, തപ്പാട്ടം എന്നിവയുൾപ്പെടെ 90ഓളം കലാപരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. 2017 1.5 കോടി ടൂറിസ്റ്റുകളാണ് ഈ പരിപാടി കാണാൻ വേണ്ടി എത്തിയത്. 2018 അത് 1.82 കോടിയായി. 2020 ശേഷം അത് കുറഞ്ഞു, പ്രധാനമായിട്ടും മഹാമാരി മൂലം. Which women commandos are preparing to give Z+ cover to VIPs from 2022? 2022 മുതൽ വിഐപികൾക്ക് Z+ കവർ നൽകാൻ തയ്യാറെടുക്കുന്ന വനിതാ കമാൻഡോകൾ ഏതാണ്? CRPF. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സ് തങ്ങളുടെ വനിതാ കമാൻഡോകളെ ഒരു പ്രത്യേക സംഘത്തെ ഉന്നത രാഷ്ട്രീയക്കാരുടെ സുരക്ഷയ്ക്കായി വിന്യസിക്കാൻ ഒരുങ്ങുന്നു. ദേശീയ തലസ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള Z+ കാറ്റഗറി കവർ അനുവദിച്ചിട്ടുള്ള ഉയർന്ന പ്രോട്ടോകോൾസിനെ സുരക്ഷിതമാക്കാൻ വിമൻസ് കമാൻഡോകളെ ഉടൻ തന്നെ ഉൾപ്പെടുത്തും. സേവനമനുഷ്ഠിക്കുന്ന പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും SPG പരിരക്ഷയ്ക്ക് തൊട്ടു താഴെയുള്ള ഏറ്റവും ഉയർന്ന വിഭാഗമാണ് Z+ കവർ.
അടുത്ത വർഷം ജനുവരി മുതൽ VIP സെക്യൂരിറ്റീസിന് വുമൻസ് കമാൻഡോസിലെ വിന്യസിക്കാൻ ഒരുങ്ങുന്നു. നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി NDTL regains the World Anti-Doping Agency WADA accreditation after a gap of how many years? നാഷണൽ ഡോപ്പ് ടെസ്റ്റിംഗ് ലബോറട്ടറി എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി അക്രഡിഷൻ വീണ്ടെടുക്കുന്നു? 2 years. ആഗോള ഉത്തേജക വിരുദ്ധ ഏജൻസി ദേശീയ ഉത്തേജക പരിശോധന ലബോറട്ടറിയുടെ അംഗീകാരം പുനഃസ്ഥാപിച്ചതായി 2021 ഡിസംബർ 23 കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ അറിയിച്ചു. അക്രഡിഷൻ പുനഃസ്ഥാപിക്കുന്നതിന് കായിക രംഗത്ത് ഉയർന്ന ആഗോള നിലവാരം കൈവരിക്കുന്നതിൽ 2019 ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയെ 2019 സസ്പെൻഡ് ചെയ്തത്. ആഗോള ഉത്തേജക നിയമലംഘകരുടെ പട്ടികയിൽ റഷ്യയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. What is the name of the Indian multilingual micro-blogging site where the Gujarati version was added by Gujarat Chief Minister on 22nd December 2021? 2021 ഡിസംബർ 22 ഗുജറാത്ത് മുഖ്യമന്ത്രി ഗുജറാത്തി പതിപ്പ് ചേർത്ത് ഇന്ത്യൻ ബഹുഭാഷ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിന്റെ പേരെന്താണ്? കു. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള മൾട്ടിലിംഗ്വൽ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ് കു. ഭാരത് കി ആവാസ് ഒരു തദ്ദേശീയ ബഹുഭാഷ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ഇന്ത്യക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുന്നുണ്ട്. ഈ ബ്ലോഗിംഗ് സൈറ്റിൽ ഡിസംബർ 22 മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്തി ലാംഗ്വേജ് കൂടി ഈ ബ്ലോഗിംഗ് സൈറ്റിൽ ലോഞ്ച് ചെയ്തു. നെയിം ഓഫ് ദി ഇന്ത്യൻ നേവൽ ഷിപ്പ് മെയ്ഡ് എ ഷോർട്ട് വിസിറ്റ് അറ്റ് പോർട്ട് ഷാഹിദ് ബഹോനാർ in Iran as part of Bridges of Friendship on 23rd December 2021. 2021 ഡിസംബർ 23 ബ്രിഡ്ജസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഭാഗമായി ഇറാനിലെ സാഹിദ് ബഹോനാർ തുറമുഖത്ത് ഹ്രസ്വ സന്ദർശനം നടത്തിയ ഇന്ത്യൻ നാവിക കപ്പലിന്റെ പേര്? INS സുദർശനി. INS സുദർശനി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇറാനിലെ ബന്ദർ അബ്ബാസിൽ ബ്രിഡ്ജസ് ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായി ഇറാനിലെ ഷാഹിദ് ബഹോനാർ തുറമുഖം സന്ദർശിച്ചു. ഡിസംബർ 23 ഇന്ത്യൻ നേവൽ ഷിപ്പ് ആയിട്ടുള്ള INS സുദർശനി ഇറാനിലെത്തിയത്. IRIS സേറയാണ് ഇന്ത്യൻ നേവൽ ഷിപ്പിനെ തുറമുഖത്തേക്ക് അടുപ്പിച്ചത്. ഇറാൻ നൽകിയ ഊഷ്മളമായിട്ടുള്ള റിസപ്ഷനിലെ ഇന്ത്യയുടെ അംബാസിഡർ ഗദ്ദാം ധർമ്മേന്ദ്രയും പങ്കെടുത്തിരുന്നു. The first batch of indigenously developed next generation armed engineering reconnaissance vehicles inducted on which date into army? തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ബാച്ച് അടുത്ത തലമുറ ആംഡ് എഞ്ചിനീയറിംഗ് റെക്കോണൈസൻസ് വെഹിക്കിൾസ് ഏത് തീയതിയിലാണ് സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത്? 21 ഡിസംബർ 2021. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ലേറ്റസ്റ്റ് ജനറേഷൻ വെഹിക്കിൾ ആണ് AERV, ആംഡ് എഞ്ചിനീയറിംഗ് റെക്കോണൈസൻസ് വെഹിക്കിൾസ്. AERV എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വാഹനം ഇന്ത്യൻ ആർമിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കോപ്സ് ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് കൈമാറി. ഈ ചടങ്ങ് നടന്നത് പൂനെയിൽ വെച്ചാണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ MM നർവാനെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വളരെ ആധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വാഹനം ഏത് കാലാവസ്ഥയിലും ഏത് മേഖലയിലൂടെയും ഇതിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ്. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഇതിന്റെ നിർമ്മാണം ഓർഡനൻസ് ഫാക്ടറി മേഡക്കും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പൂനെയുമാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: ഇന്ത്യൻ എയർഫോഴ്സ് ഹാസ് ഡിപ്ലോയ്ഡ് ദി ഫസ്റ്റ് സ്ക്വാഡ്രൺ ഓഫ് ദി S-400 എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ഇൻ പഞ്ചാബ്. വാട്ട് ഈസ് ദി ഓപ്പറേഷണൽ റേഞ്ച് ഓഫ് മിസൈൽ? S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ ആദ്യ സ്ക്വാഡ്രൺ ഇന്ത്യൻ എയർഫോഴ്സ് പഞ്ചാബിൽ വിന്യസിച്ചു. മിസൈലിന്റെ പ്രവർത്തന പരിധി എത്രയാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.